ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 8ാമത്തെ വീഡിയോ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് 7ാമത്തെ വീഡിയോയുടെ അവസാനത്ത് നിന്ന് തുടങ്ങാം. അങ്ങനെ രാത്രി 11:30 മണിക്ക് ഞാനും ഉദയനയും കൂടെ ബൈക്കിൽ ആ ഇരുട്ടത്ത് വരുന്നുണ്ടായിരുന്നു. കാരണം തൊട്ടടുത്ത് വീടുകളോ പോസ്റ്റിൽ വെട്ടമോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ പേടിച്ച് വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. പിറ്റേന്ന് രാവിലെ ഉറക്കണിഞ്ഞ് നോക്കിയപ്പോൾ പരുത്തിക്കുരുവും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം നമ്മൾ പോയത് റേഷൻ കടയിലാണ്. ഉദയനും ഞാനും കൂടെ ഉദയൻ്റെ റേഷൻ കടയിലാണ് പോയത്. അവിടെ നിന്ന് വീഡിയോകളും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ റേഷൻ കടയിൽ വന്ന ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉദയനും നിന്ന് അവിടെ നിന്ന് സെൽഫി മോഡൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. റേഷൻ കടയ്ക്ക് അകത്ത് കയറി നോക്കി. അവിടെ അരികളൊക്കെ നോക്കി. ഇതാണ് അവിടുത്തെ കാർഡ് പഞ്ച് ചെയ്യുന്ന മെഷീൻ. അവിടുത്തെ റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ATM കാർഡ് മോഡലാണ്. ഇതാണ് അവിടുത്തെ പാം ഓയിൽ. 35 രൂപയാണ് റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്നതാണ്. അവിടെ അവർ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അവിടുത്തെ പ്രൈവറ്റ് ബസ്. അങ്ങനെ അരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് പോയത് സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് പോയത്. ഇവിടെ സ്നാക്സൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ച് സെയിലും ഉണ്ട്. അവർ കടകളിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അവിടെ നിന്ന് നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിച്ചു. വളരെ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയത്. കാര്യം ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിൽ നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലെ മോക്ക് വേണ്ടി സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതാണ്. ഇതാണ് ഉദയൻ്റെ ഡോറിൻ്റെ താക്കോൽ. എന്ത് വലിയ താക്കോലും ഇത് പിത്തള പോലത്തെയാണ്. ചുമ്മാ ഒരു കൗതുകത്തിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുളത്തിലൊക്കെ പോയി ഒന്ന് ഫ്രഷപ്പ് ചെയ്ത് തിരിച്ചു വന്നു. ഈ നേരത്ത് വീട്ടിൽ നിന്ന് ബാഗ് എടുത്ത് ഇറങ്ങിയ സമയത്ത് പിടിച്ചൊരു വീഡിയോ ആണ്. അങ്ങനെ ഞാനും ഉദയനും കൂടെ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് ഗൈസ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ തന്നെ വേറെ ഒരാളും ദൂരോട്ട് ജോലിക്ക് പോകുന്ന ഒരാളാണ്. അവരും നമ്മളെ കൂടെ ബസ്സിൽ കയറാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഒന്ന് വീഡിയോ പിടിക്കുന്നുണ്ടെങ്കിലും 5 ദിവസം പോയതറിഞ്ഞില്ല. ജീവിതത്തിൽ സന്തോഷത്തോടെ 5 ദിവസം കഴിഞ്ഞു പോയതറിഞ്ഞില്ല. കാര്യം ഒരു ടെൻഷനോ ഒന്നുമില്ലായിരുന്നു. 5 ദിവസം പിടപിട കഴിഞ്ഞു പോയി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബസ് വന്നു. നേരെ മാട്ടുത്താവണിക്കുള്ള ബസ് കയറി നമ്മൾ പോവുകയാണ്. അങ്ങനെ ബസ്സിനകത്തിരുന്ന് കുറച്ച് വീഡിയോകളും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ മാട്ടുത്താവണി എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ്സാണിത്. അങ്ങനെ നമ്മൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ എടുക്കാൻ ഇനി 20 മിനിറ്റ് താമസം ഉള്ളത് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലകത്തിരുന്ന് തന്നെ ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലെത്തി ഞാനും ഉദയനും. കാര്യം ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഫുഡാണ്. ട്രെയിനിനകത്തുള്ള ഫുഡ് എനിക്ക് ഉദയന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പുറത്തിരുന്ന് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്ന ഫുഡ് കഴിച്ചു. രാവിലെ 7:30 മണിയായപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എത്തുകയും ചെയ്തു. തിരുവനന്തപുരം സെൻട്രലിൽ എത്തി നോക്കിയപ്പോൾ മഴയൊക്കെ പെയ്ത് മൊത്തത്തിൽ തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ ചൂടിൽ നിന്ന് നമ്മളെ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ തണുപ്പായിട്ട് എനിക്ക് തോന്നിയത്. ഇതോടുകൂടി എൻ്റെ ഈ ട്രിപ്പ് വീഡിയോ തീരുകയാണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.